March releases. So March is gonna be heavy month. ഫെബ്രുവരിയിൽ നമ്മൾ ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടു. I think March is gonna gear up. We have so many releases. ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസ് പറയാം. വിച്ച് ഐ ആം എക്സ്പെക്റ്റിംഗ്. ഫസ്റ്റ് വൺ ഈസ് ആടുജീവിതം. അറിയാലോ, ബ്ലസ്സി പൃഥ്വിരാജ്. റിയൽ സ്റ്റോറി എന്തോ അതേപോലെ തന്നെയാണ് അവർ പോയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അവരും ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചു. സോ ഇറ്റ് വിൽ ബി സംതിങ്. പിന്നെ തങ്കമണി, അത് ആടുജീവിതം 28th റിലീസ്. അതിന് തങ്കമണി ദിലീപിൻ്റെ ഓഫ് കോഴ്സ് അറിയാം, റിയൽ സ്റ്റോറിയാണ്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ബട്ട് ഹോപ്പിംഗ് ടു വെയിറ്റ്. 7th മാർച്ചിനാണ്. പിന്നെ അതേപോലെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം പറഞ്ഞിട്ടൊരു പടമുണ്ട്. അജു വർഗീസും സുധിയും കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ്. പിന്നെ കലാഭവൻ ഷാജുവിൻ്റെ ഒരു പടമുണ്ട്. അയ്യോ, ഇതുവരെ എന്ന് പറഞ്ഞ പേര്. 8th മാർച്ചിനാണ് റിലീസ്. അതിൽ അന്യായ അഭിനയമൊക്കെ ഉണ്ട് ട്രെയിലറിന്. ചെറിയ എക്സ്പെക്റ്റേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ എന്നിട്ട് തലവനുണ്ട്, അത് 28th അറിയാലോ. ആസിഫ് അലിയും ബിജു മേനോനൊക്കെയാണ് ലീഡ് റോളിലുള്ളത്. ട്രെയിലറും പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമുക്കറിയാം. പിന്നെ ഘടകൻ ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ഹരിശ്രേഷ്ഠവനും ആയിട്ടുള്ളൊരു പടമാണ്. ഹൗ ഇറ്റ്സ് ഗോണ ബി. ഇന്ദ്രജിത്തിൻ്റെ മാരവിൽ ഗോപുരങ്ങൾ, അത് 9th മാർച്ചിനാണ്. പിന്നെ അമ്മക്കട ബസൂക്ക, അത് 20th പറഞ്ഞ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, അറിയില്ല, കൺഫേം ആയിട്ടില്ല. ബട്ട് യാ ഹോപ്പിംഗ് ടു വെയിറ്റ്. ബോളിവുഡിൽ മാധവനും അജയ് ദേവ്ഗണും കൂടി ഇട്ടൊരു പടം ഷെയ്ത്താൻ, ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അത് 8th മാർച്ചിന് റിലീസ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്, അറിയില്ല. റസാക്കാർ പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. മെയിൻലി പറയുന്നത് മുസ്ലിംസ് പണ്ട് കാലത്ത് എങ്ങനെ ഹിന്ദുക്കളെ ഒപ്രസ് ചെയ്തു, ആ ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഹൈദരാബാദ് നടന്ന സംഭവം കണ്ടിട്ട് ഒരു പ്രൊപ്പഗൻഡ മൂവി പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊരു സിനിമ ആരാണോ വന്നിട്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇതൊക്കെയാണ് ഈ മാസം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവീസ്.